പറയാനായിട്ടുള്ളത്, ഇപ്പൊ ഞാൻ പരിചയപ്പെട്ട് 24 മണിക്കൂറിനുള്ളിൽ റിനിയെ ഹോട്ടലിലേക്ക് വിളിച്ചിട്ടുണ്ടോ? വിളിച്ചിട്ടുണ്ടെങ്കിൽ റിനിയുടെ മറുപടി എന്തായിരുന്നു? അതുകൂടി പബ്ലിക് ഡൊമൈനിൽ വെച്ചോളൂ. സഭ പുനരാരംഭിക്കുന്നു. ഇനി ഓക്കെ ഗൈസ്, ഇപ്പം സമയം വെളുപ്പിനെ 3 മണി. ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യാൻ പോകുന്ന സമയം 3 മണി സമയമാണ്. ചിലപ്പം രാവിലെ ഒരു 10 മണിക്ക് മുമ്പ് ചിലപ്പോൾ ഇത് പോസ്റ്റ് ചെയ്യുമായിരിക്കാം. അതും എന്നെ ഒരു 2 മണിയായ സമയമായപ്പോഴത്തേക്ക് ഒരു ചേച്ചി വിളിച്ചിട്ട് ഒരു 50-55 വയസ്സുണ്ട് ചേച്ചി. അവർ ദുബായിലാണ്, പുറത്താണ് അവരൊക്കെ. ഓക്കെ, എന്നെ വിളിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ്, നീ പാലക്കാടിനെ കുറിച്ചും ഈ പറഞ്ഞ രാഹുലിനെ കുറിച്ചും എല്ലാം നീ സംസാരിച്ചിട്ടുണ്ടോ? പിഷാരടിയുടെ വീഡിയോ എന്താടാ നീ ചെയ്യാൻ ചെയ്യുന്നത്? കാരണം ഈ പാർട്ടിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിന് ഇഷ്ടപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു കോണ്ടന്റ് കൂടുതൽ എന്തെങ്കിലുമൊക്കെ എനിക്ക് വോയിസോ കാര്യങ്ങളൊക്കെ വെക്കുമ്പോൾ ഇവരൊക്കെയാണ് ഓരോ വോയിസൊക്കെ അയച്ചു തരികയൊക്കെ ചെയ്യുന്നത്. നീ എന്താണ് ഇത് ചെയ്യാത്തതെന്ന് ചോദിച്ച് ഞാൻ പറഞ്ഞ് ഈ പറഞ്ഞ ദൃശ്യത്തിൻ്റെയും ഒക്കെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, വളരെ മോശമായി പോയെന്ന് പറഞ്ഞതിനോട് നീ അത് ചെയ്യണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ ആദ്യം മുതൽ ഈ ഒരു വിഷയത്തിനെ കുറിച്ച് സംസാരിക്കുമായിരുന്നു. ഈ പാലക്കാടിൻ്റെ ആണെങ്കിലും രാഹുലിൻ്റെ ആണെങ്കിലും എല്ലാ കാര്യത്തിലാണെങ്കിൽ പോലും, പിന്നെ റിനിയുടെ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ വ്യക്തികളൊക്കെ വിളിച്ച് അവരുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്യായിരുന്നു. രാഹുലിൻ്റെ വിഷയം ചെയ്തപ്പോൾ തൊട്ട് ഒരുപാട് കോൾസ് ഉണ്ടായിരുന്നു, ഒരുപാട്. കാരണം നമ്മൾ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരുന്നു. ഓക്കെ, എന്തായാലും നമുക്ക് അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാം. ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു പോസ്റ്റും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പം നമുക്ക് അവിടെ നിന്ന് തന്നെ തുടങ്ങാം. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ് ചെയ്യാൻ മറക്കരുത്. ഫേസ്ബുക്കിലാണ് കാണുന്നെങ്കിൽ ഒന്ന് ഫോളോയും കൂടെ ചെയ്തേക്കുക. കാരണം നിങ്ങൾ ആരും ഇതൊന്നും ചെയ്യുന്നില്ല. ഞാൻ ഈ പൊളിറ്റിക്സ് വിഷയങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു സബും കാര്യങ്ങളൊന്നും കയറുന്നില്ല. എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു മാസത്തെ സബ് എടുത്ത് നോക്കിയാൽ 700 സംതിങ് ആൾക്കാരെ ഉള്ളായിരുന്നു. എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. നേരത്തെ ഇങ്ങനൊന്നും അല്ലായിരുന്നു, നല്ല സെറ്റപ്പായിട്ട് വന്നുകൊണ്ടിരുന്നതായിരുന്നു. അതുകൊണ്ട് സബ് ചെയ്യാത്തവരെല്ലാവരും ഒന്ന് സബ് ചെയ്യുക, ഒന്ന് ഫോളോ ചെയ്യുക. പിന്നെ എൻ്റെ വീഡിയോയിൽ എല്ലാവരും ഒന്ന് ലൈക്കും കൂടെ ചെയ്യുക. രാഹുൽ മാങ്കൂട്ടത്തിനെ പിഷാരടിയെ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് അടിക്കുക. ഈ ഒരു വിഷയം ഞാൻ അവർക്ക് വേണ്ടി ചെയ്യുന്നൊരു വീഡിയോ ആണ്. അവരെ ഇഷ്ടപ്പെടുന്നവരൊന്ന് ലൈക്ക് അടിക്കുക. ഹൈപ്പ് ഉണ്ടെങ്കിൽ ഹൈപ്പും കൊടുത്തോ, പരമാവധി ഷെയർ ചെയ്തു ഒരു വീഡിയോ. ഓക്കെ, അപ്പോൾ നമുക്ക് സത്യപ്രതിജ്ഞയും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് നമ്മുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറയാം. പിന്നെ റിനിയെക്കുറിച്ച് പറയുന്നതിൻ്റെ ഒരു വീഡിയോ നേരത്തെ സംസാരിച്ചാണ്. അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് സംസാരിക്കാനുണ്ടായിരുന്നു. റിനിയുടെ അറിയാമല്ലോ ഇപ്പോഴത്തെ ഡബിളും ട്രിപ്പിളും സ്റ്റാൻഡുകളും ഒക്കെ. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പരിപാടിക്കൊക്കെ ചെന്ന് കൊടിയും പിടിച്ച് ഒരു നാണവും മാനമില്ലാത്ത അവൾ കാട്ടിക്കൂട്ടിയതൊക്കെ ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോ വെച്ചിട്ടുണ്ടായിരുന്നു. അവൾ ആ കൊടിയും പിടിച്ചിട്ട് ഒരു നാണമില്ലാതെ VD സതീശനെതിരെ നിന്നവളായിരുന്നു. അതിൻ്റെ ഇത് ഇന്നലെയാണ് ഞാൻ അറിയുകയൊക്കെ ചെയ്തത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, എന്തൊക്കെയോ വലിയ ചതികൾ ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നു. അന്ന് ആ സരിതയുടെ വിഷയം പോലെ തന്നെ വീണ്ടും ചില കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. കോൺഗ്രസ്സുകാർക്കും ഇതിൽ പങ്കുണ്ടായിരുന്നു എന്നൊക്കെ ഏകദേശം മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഒരുപാട് ആൾക്കാരെ കഴിഞ്ഞ വീഡിയോയിലെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു. എല്ലാത്തിനും വഴി ഉണ്ടാക്കാം നമുക്ക്. ഓക്കെ, എന്തായാലും നമുക്ക് പിഷാരടിയുടെ, ഞാൻ പോലും അദ്ദേഹത്തിനെ തള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാഹുലിൻ്റെ വിഷയം വന്ന സമയത്ത് പിഷാരടി ജയിക്കില്ല എന്ന് പറഞ്ഞൊരു വ്യക്തിയായിരുന്നു. പക്ഷേ പോകും തോറും ശോഭാ സുരേന്ദ്രനാണ് അവിടെ നിൽക്കുമ്പോൾ അവരെ താമര വിരിപ്പിക്കുന്ന രീതി എനിക്ക് ഒട്ടും യോജിപ്പില്ലായിരുന്നു. പക്ഷെ ഓരോ ദിവസം കഴിയുമ്പോഴും ഈ പിഷാരടിയുടെ പക്വതയും കാര്യങ്ങളും സംസാര രീതികളും ഒക്കെ അങ്ങോട്ട് മാറിയപ്പോഴത്തേക്ക് വേറെ ലെവലായിരുന്നു. എല്ലാവരും ഒരു വിചാരം ഉണ്ടായിരുന്നു, ഇയാളൊരു കോമഡി പീസായിരിക്കുമെന്ന്. ഒരിക്കലുമല്ല. കൊടുക്കേണ്ട മറുപടി കറക്റ്റായിട്ട് കൊടുക്കുകയും അടിക്കേണ്ടടുത്ത് അടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ അഖിൽമാരാർ കയറി വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ പൊന്നോ, പിഷാരടി വെറുതെ അങ്ങ് ചൊറിച്ചിലായിരുന്നു പുള്ളിയുടെ പരിപാടി. എന്താണ് കൂടുതലും റീച്ച് ഉണ്ടായത് മാത്രം. എനിക്കിപ്പോൾ അഖിൽമാരാരുടെ കാര്യം ഓർക്കുമ്പോൾ ചിരിയാണ് വരുന്നത്. ഓക്കെ, എന്തായാലും നമ്മുടെ പിഷാരടിയുടെ സത്യപ്രതിജ്ഞയും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കൊടുത്തേ പറ്റൂ, പ്രത്യേകിച്ച് റീനിയെക്കുറിച്ച്. എന്തായാലും രാഹുലിനെയും ഈ പറയുന്ന പിഷാരടിയും കൂടെ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് അടിക്കുക. ഓക്കെ, അഭിപ്രായം പറയണം. പിന്നെ ചാനലും എല്ലാം കൂടെ ഒന്ന് സബ് ചെയ്തേക്കാം. പാലക്കാട് നിന്നുള്ള നിയമസഭാ സാമാജികൻ രമേശ് പിഷാരടിയുടെ സത്യപ്രതിജ്ഞയ്ക്കാണ് സഭ സാക്ഷ്യം വഹിക്കുന്നത്. അതിശക്തമായിട്ടുള്ള ത്രികോണ മത്സരം നടന്ന പാലക്കാട് നിയോജക മണ്ഡലത്തിൽ അവിടെ തുടരാൻ UDF-നായി എന്നുള്ളതാണ്. നേരത്തെ അമല മോസിന്റെ വേഷവിധാനത്തെ പറ്റി സൂചിപ്പിച്ച പോലെ തന്നെ രമേശ് പിഷാരടിയും പാന്റും ഷർട്ടും ഒക്കെ ഇട്ട് ഇൻ ചെയ്ത് മറ്റൊരു രൂപത്തിലാണ് അദ്ദേഹം സഭയിലേക്ക് എത്തുന്നത്. ന്യൂസുകാരുടെയൊക്കെ സംസാരമൊക്കെ കേട്ടില്ലേ, നേരത്തെ എന്തൊക്കെയായിരുന്നു വിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്നതൊക്കെ. ഓക്കെ, പിഷാരടി എന്താണ്, പുള്ളിയുടെ ക്വാളിഫിക്കേഷൻ എന്താണ്, പുള്ളിയുടെ സംസാര രീതിയൊക്കെ എന്താണ് ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ പറ്റും. പാലക്കാടുകാർക്ക് തെറ്റ് പറ്റിയിട്ടില്ലടേ, സത്യം പറയാലോ. കാണും രംഗത്ത് നിന്നുമാണ് അദ്ദേഹം എത്തുന്നത്. അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് കോൺഗ്രസുമായി ബന്ധമുണ്ട്. കോൺഗ്രസിന്റെ എല്ലാ വേദികളിലും സജീവമായിരുന്നു അദ്ദേഹം. I, Ramesh Pishari, having been elected a member of Legislative Assembly, do swear in the name of God that I will bear true faith and allegiance to the Constitution of India as by law established, that I will uphold the sovereignty and integrity of India, and that I will faithfully discharge the duty upon which I am about to enter. ഇംഗ്ലീഷിലാണ് രമേശ് പിഷാരടിയുടെയും സത്യപ്രതിജ്ഞ.
86ാമതാണ് രമേശ് പിഷാരടി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത്. ഇനി സിനിമയിൽ അത്ര സജീവമായിരിക്കില്ല. ഇനി ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ ഈ പ്രവർത്തനം. അതാണ് ഏറ്റവും കൂടുതൽ സങ്കടകരമായിട്ടുള്ള കാര്യങ്ങൾ. പിഷാരടി ഇനി മുതൽ സിനിമയിൽ അഭിനയിക്കില്ല 5 വർഷത്തോളം. ഒരു കൊച്ചു വേഷങ്ങളൊക്കെ കിട്ടിയ ചെയ്താൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കുറെ ആൾക്കാർ വന്ന് കമന്റ് ഇടുന്നുണ്ടായിരുന്നു പിഷാരടിക്ക് ചാൻസും കാര്യങ്ങളും ഇല്ല എന്നുള്ള രീതിയിൽ. നിങ്ങളുടെ ഒരു തോന്നലാണ്. അദ്ദേഹത്തിന് നല്ല ചാൻസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സമയം കൂടാണ്. ഇനിയിപ്പം എന്താ പറയണ്ടേ, ഒരു MLA ആണ്. നിങ്ങൾ ആലോചിക്കണം, ഒന്നുമില്ലായ്മയെന്നൊക്കെ കയറി വന്നൊരു മനുഷ്യനാണ് ആസിം. എന്താ പറയണ്ടേ, ഒരുപാട് ആൾക്കാർ കളിയാക്കിയിട്ടുണ്ടായിരുന്നു. കൊച്ചു വേദിയിലൂടെ കയറി ഇപ്പം തന്നെ നമ്മുടെ പാലക്കാടിൽ MLA കൂടെ ആയിട്ടുണ്ട്. സത്യം പറയാൻ നമുക്ക് മലയാളികൾക്ക് അഭിമാനിക്കാം. അയ്യോ പറഞ്ഞപ്പോൾ തെറ്റിപ്പോയി കേട്ടോ, ഒരു മിസ്റ്റേക്കാണ് കേട്ടോ. ഓക്കെ, എന്തായാലും നമുക്ക് ബാക്കി കൂടെ വെക്കാം. മുന്നോട്ട് പോകും അദ്ദേഹം നേരത്തെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇനി ഇതാണല്ലോ പ്രധാനം എന്നുള്ളത് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. പാലക്കാട് നിയമസഭ ML സാമാജികനായ രമേശ് പിഷാരടി സത്യം. ഓക്കെ, അപ്പം രമേശ് പിഷാരടി ഈ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ഇനി നമ്മുടെ റിനിയുടെ ആ കമ്മ്യൂണിസ്റ്റ് കൊടി ഒക്കെ പിടിച്ചിരിക്കുന്നതിൻ്റെ അവിടെ നിൽക്കുന്ന വീഡിയോസും കാര്യങ്ങളും എല്ലാവരും കണ്ടല്ലോ. ഞാൻ ഇനി ആ ഒരു വീഡിയോ വെച്ചിട്ട് വെറുതെ ലെങ്ത് കൂട്ടാൻ താല്പര്യപ്പെടുന്നൊന്നുമില്ല. ഞാൻ ഇടയ്ക്കൊന്ന് കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങളത് കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നുണ്ട്. റിനി അന്ന് കുറേ കുത്തിത്തിരിപ്പുണ്ടാക്കിയായിരുന്നു. റിനി എവിടെ നിന്നാണ് ഈ പോസ്റ്റും കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്തതെന്ന് നിങ്ങൾക്കറിയാവോ? രാഹുൽ മാങ്കൂട്ടം വന്ന ആ ഇന്റർവ്യൂ കൊടുത്തതിന് ശേഷമാണ് ഈ പറഞ്ഞ റിനി മിണ്ടാതിരിക്കാൻ തുടങ്ങിയത്. കാരണം രാഹുൽ വന്ന് വാ തുറന്നപ്പോൾ അവക്കറിയാം 18ന്റെ പണി അവർക്ക് കിട്ടുന്നത്. ഓക്കെ, ഇവിടെ ഇത്രയൊക്കെ പറയുന്നുണ്ട്, 24 മണിക്കൂർ ചാറ്റ് ചെയ്തെന്നൊക്കെ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ശ്രീതാ ദേവി കുഞ്ഞമ്മ എന്ന് പറഞ്ഞ് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് കോൺഗ്രസിലോട്ട് വന്നൊരു സ്ത്രീ ഉണ്ട്. അവർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാത്രി 12 മണിക്ക് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അടുത്ത് സീക്രട്ട് ചാറ്റിന് വേണ്ടി വിളിച്ചൊരു വ്യക്തിയാണ് റിനി. ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു പെണ്ണിൻ്റെ അടുത്ത് ഞാനൊരു പെണ്ണിൻ്റെ അടുത്ത് മോശമായിട്ട് സംസാരിച്ചിട്ട് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ച എൻ്റെ അടുത്ത് ആ പെണ്ണ് ഏത് രീതിയിലായിരിക്കും പറയുന്നത്? നല്ല അന്തസ്സുള്ള വീട്ടിലെ പെണ്ണാണെങ്കിൽ അടിച്ച് പൊട്ടിച്ചല്ലേ വിടത്തുള്ളൂ. പിന്നെയും ആ പെണ്ണിപ്പം ഞാൻ രാത്രി 12 മണിക്ക് നീ ചാറ്റ് ചെയ്യുമ്പോൾ എന്ന് വിളിച്ചാൽ വരുമോ? ഇല്ല. ആണോ അല്ലേ? ഇവളെന്തുകൊണ്ട് ഇവിടെ ഇത്രയും പറഞ്ഞിട്ട് 24 മണിക്കൂർ പരിചയപ്പെട്ടപ്പം ഈ പറഞ്ഞിട്ട് റൂം എടുക്കാൻ പറഞ്ഞ രാഹുൽ എന്ന രീതി പറഞ്ഞ ഒരു വ്യക്തിയാണ് റിനി. അതേ റിനിയുടെ കാര്യം തന്നെയാണ്. ഓക്കെ, എന്തായാലും രാഹുലിൻ്റെ അന്നത്തെ 3 മാസം മുമ്പുള്ള ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അതിൽ രാഹുൽ സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, കേട്ടിട്ട് ഈ കാര്യം വിട്ടുപോയ ആൾക്കാർക്കുള്ള ഒരു അവസരമാണ് ഒന്ന് കണ്ടേക്കുക. ഇപ്പൊ ഞാൻ പരിചയപ്പെട്ട് 24 മണിക്കൂറിനുള്ളിൽ റിനിയെ ഹോട്ടലിലേക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ റിനിയുടെ മറുപടി എന്തായിരുന്നു? അതുകൂടി പബ്ലിക് ഡൊമൈനിൽ വെച്ചോളൂ. എനിക്കറിയുന്ന പല കാര്യങ്ങൾ പറയാം വിത്ത് എവിഡൻസ്. ചാറ്റ് ശ്രീ ഹാഷ്മിക്ക് പരിശോധിക്കാൻ തരാം. ഞാൻ വെറുതെ പറയുക, ഹാഷ്മിക്ക് പരിശോധിക്കാം. എന്താ ഞാൻ തരാം, ചാറ്റ് തരാം. എനിക്കറിയുന്ന അതിനുശേഷമുള്ള റീസെന്റ് ആയിട്ടുള്ള ടൈം ലൈൻ മാത്രം പറയാം. ഈ റിനി പരാതി പറയുന്നതിന് തൊട്ട് മുമ്പ് മെയ് മാസം 28-ാം തീയതി ഞാൻ ഫ്ലൈറ്റിലിരിക്കുകയാണ്. ഫ്ലൈറ്റിൽ പിന്നെ കയറി എല്ലാവരും ഇരുന്നു. അപ്പൊ അനൗൺസ്മെന്റുകളൊക്കെ തുടങ്ങി. റിനിയുടെ ഫോണിൽ നിന്നും തുരുതുര എനിക്ക് കോൾ വരികയാണ്. ഞാൻ ഫോൺ എടുക്കുന്നു. അപ്പം ഞാൻ ആദ്യത്തെ ഫോണൊന്നും എടുത്തില്ല. അപ്പൊ ഞാൻ ഫോൺ എടുക്കുന്നു. എന്താ തുരുതുര ഒരാൾ വിളിക്കുന്നത് ചോദിച്ചു, എന്താ? അപ്പൊ പറഞ്ഞു എന്റെ അമ്മയുടെ ബർത്ത്ഡേ ആണ്. മെയ് 28 മെയ് 28 പറയുന്നു എന്റെ അമ്മയുടെ ബർത്ത്ഡേ ആണ്. ഞാൻ പറഞ്ഞാട്ടെ. അപ്പൊ ഞാൻ അന്ന് അമ്മയുടെ കൊടുക്കാം, അമ്മയ്ക്ക് നിങ്ങൾ ഭയങ്കര ഇഷ്ടമാണെന്ന് ഫോൺ കൊടുത്തോട്ടെ. അപ്പൊ ഞാൻ ഫോൺ കൊടുത്തു. അപ്പൊ ഞാൻ ആ അമ്മയോട് പറഞ്ഞു അമ്മ ഹാപ്പി ബർത്ത്ഡേ ടു യു, പിന്നെ ഞാൻ ഫ്ലൈറ്റിലാണ്, പിന്നീട് സംസാരിക്കാന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തു. പരിചയപ്പെട്ട് 24 മണിക്കൂറിനകം ഒരു മോശം അനുഭവമുള്ള, ഇത്തരത്തിൽ മോശം അനുഭവമുള്ള ആള് ഈ ആരോപണം അത് ഉന്നയിക്കുന്നത് ഒരു 3-4 വർഷം അവർ തന്നെ പറയുന്ന കാലയളവിന് ശേഷം 2025 ഓഗസ്റ്റ് മാസം 19-ാം തീയതി മറ്റാണ് പറയുന്നത്. ആ ഓഗസ്റ്റ് തൊട്ട് മുമ്പുള്ള മെയ് 28-നാണ് ഇവരെന്നെ ഇങ്ങനെ വിളിക്കുന്നത്. അതിനു മുൻപ് ഇവര് തൃശ്ശൂരിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നിട്ട്, തൃശ്ശൂർ വരെ അവരുടെ ഡെസ്റ്റിനേഷൻ ഉള്ളത് അവരെന്നോട് പറഞ്ഞത്. എന്നോട് ചോദിച്ചു പാലക്കാട് ഞാൻ ഉണ്ടെന്ന് പറഞ്ഞ് അവരെന്നെ പാലക്കാട് വന്ന് കണ്ട് വളരെ സ്നേഹത്തോടെ എന്റെ ഓഫീസിൽ വന്ന് കണ്ട് പിരിഞ്ഞു പോയ ഒരാള്. അതിനു മുൻപ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഞങ്ങൾ എല്ലാവരും താമസിച്ചിരുന്ന, അപ്പൊ നമ്മളൊക്കെ കൂട്ടിമുട്ടിയ ഹോട്ടലുണ്ടല്ലോ, ആ ഹോട്ടലിൽ ഒരു ദിവസം അവരവിടെ എന്തോ ബൈ ചാൻസ് താമസിക്കാനായിട്ട് വന്നു. അപ്പൊ ആൾക്കൂട്ടത്തിൽ വെച്ച് എന്നെ കണ്ടിട്ട് ഓടുക അടുത്തേക്ക് വന്ന് സെൽഫി എടുത്ത ഒരാള് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് എനിക്ക് പോലും അറിയില്ലായിരുന്നു, അവരെന്നെ കണ്ടിട്ടില്ല. 2 ദിവസം അവിടെ വർക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടെന്ന് പറയുന്ന ഒരാള് ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് ഇങ്ങനെ പറയുമ്പോൾ ഞാൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണ്. എന്താണ് ഈ പറയുന്നത് എന്നുള്ളൊരു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. രാഹുൽ ഈ പറഞ്ഞ ഓരോ കാര്യങ്ങൾ മെയ് 28 അവിടെ അമ്മയുടെ പിറന്നാൾ വിളിച്ചാണ് അവള്. ഇവിടെ ഒരു മോശമായിട്ടുള്ള ഒരു അനുഭവം കാര്യങ്ങളൊക്കെ റിനിക്ക് ഉണ്ടായെന്ന് പറഞ്ഞിട്ട് ഈ 4 വർഷ കാലഘട്ടത്തിന്റെ ഇടയിലാണ് ഈ പറയുന്ന രാഹുലിനെ അവള് അങ്ങോട്ട് ചെന്നിട്ട് സെൽഫി എടുക്കാനും പുള്ളി MLA ആയി കഴിഞ്ഞ സമയത്ത് അങ്ങോട്ട് ചെല്ലാനൊക്കെ. അപ്പൊ ഇതിന്റെ ഇടയിൽ വലിയൊരു പ്ലാനിങ് നടന്നിട്ടുണ്ടെന്ന് ഏകദേശം മനസ്സിലായിട്ടുണ്ടല്ലോ. ഇവിടെ അച്ഛനാണെങ്കിൽ 1-ാം തരം CPM കാരൻ, ഇവരെല്ലാം കൂടെ വെൽ പ്ലാൻഡ് ആയിട്ട് തന്നെ ഒതുക്കാൻ ശ്രമിച്ച ഒരു കേസാണ്. അപ്പൊ ഇവിടെ എത്ര കോടി രൂപ ഉണ്ടാക്കി കാണും ഇങ്ങനെ? ഇതിൽ എനിക്ക് തോന്നുന്നു പെട്ടുപോയതാണ് ഈ VD സതീശൻ. ഇതിന് പങ്കുണ്ടോ? ഒരുപാട് ചോദ്യത്തിന് ഉത്തരം കിട്ടാൻ ഇരിപ്പുണ്ട്.
പിന്നെ ഈ പറയുന്ന അടുത്ത കാലഘട്ടത്തിലാണെങ്കിൽ പോലും സതീശനും ഈ പറയുന്ന രാഹുലാണെങ്കിലും ഓരോ വേദികളാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നോക്കത്തില്ല. രാഹുൽ വരുന്നിടത്ത് സതീശൻ എണീച്ചു പോകുന്നു. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ സതീശന്റെ ഫാമിലിയായിട്ട് ഈ പറയുന്ന റിനിക്ക് നല്ല അടുപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു പക്ഷേ റിനി നല്ല രീതിയിൽ അവിടെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലോ? ഇവള് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്, വളച്ചൊടിക്കാൻ ഇവളെ പോലൊരു കള്ളി ലോകത്തില്ല എന്നുള്ളത് അവരുടെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം കാണുന്നവൻ അപ്പ എന്ന് വിളിക്കുന്ന പോലെ ഒരു സ്ത്രീ. ഞാൻ അങ്ങനെ പറയുള്ളൂ. ഇപ്പൊ കണ്ടില്ലേ, സിനിമയിൽ പോലും വലിയ ചാൻസോ കാര്യങ്ങളോ ഇല്ല. ഏതൊരു പടയത്തിൽ മാത്രം എന്തോ ചെറിയ റോളും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അതും ഇല്ല. ഇപ്പൊ പുറത്ത് പോലും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥകളും കാര്യങ്ങളൊക്കെ. അവളെങ്ങനെ വി ഡി സതീശന്റെ സത്യപ്രതിജ്ഞയ്ക്ക് വന്നു? അത് VIP പാസ്. എവിടെയോ എന്തൊക്കെയോ നമ്മളറിയാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. ചില കാര്യങ്ങൾ എനിക്ക് അറിയാമെന്ന് എനിക്ക് പറയാനും പറ്റാത്ത കുറച്ച് സിറ്റുവേഷനും ഉണ്ട്. കാരണം എല്ലാത്തിനും നമുക്ക് ലിമിറ്റ് ഉണ്ട് ഈ വിളിച്ച് പറയുന്ന ഒരു കാര്യത്തില്ല. പിന്നെ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കുക, ഇത് റിസ്ക് പിടിച്ച കുറച്ച് കാര്യങ്ങളാണ് ഞങ്ങൾ ഇങ്ങനെ വിളിച്ച് പറയുകയൊക്കെ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതൊന്ന് കാണാം, പക്ഷേ ഇത് കുറച്ച് റിസ്ക്കി ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ ആ പാടെ ഇവിടെ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സബ്, ലൈക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഒരു കേസോ കാര്യങ്ങളോ ഒക്കെ വരുവാണെങ്കിൽ നമ്മൾ തന്നെ ഫേസ് ചെയ്യേണ്ടി വരും. ആണോ അല്ലയോ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ബാക്കി കൂടെ നമുക്കൊന്ന് വെക്കാം. ഞാനൊന്ന് പറഞ്ഞോട്ടെ. അപ്പൊ അങ്ങനെ ഇപ്പൊ സൗഹൃദം പ്രീതിയുമായിട്ട് മാത്രമാണെന്ന് കരുതാനായിട്ട് ഞങ്ങൾ തമ്മിൽ പ്രണയമൊന്നുമില്ലല്ലോ. ഞങ്ങൾ തമ്മിൽ സൗഹൃദമാണല്ലോ. സൗഹൃദത്തിന്റെ പേരിൽ അങ്ങനെ പൊസഷന്റെ ആവശ്യമൊന്നുമില്ല. മാത്രമല്ല അങ്ങനെ സൗഹൃദത്തിന്റെ തെറ്റും ശരിയൊന്നും അല്ലല്ലോ റിനി പറഞ്ഞത്. റിനി ആരോപണമായിട്ട് ഉന്നയിച്ചെന്താ 24 മണിക്കൂറിനകം മിസ്ബിഹേവ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ആ കൺവെർസേഷൻ പുറത്തേക്ക് വിട്ടെ. റിനിയുടെ മറുപടി എന്തായിരുന്നു പുറത്തേക്ക് വിടട്ടെ. ഞാൻ അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ? റിനി എന്ന് പറഞ്ഞു താൻ പുറത്തേക്ക് ചോദിച്ചിട്ടുണ്ടോ? ഞാൻ ആ കൺവെർസേഷൻ പൂർണ്ണമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, റിനി അനുവദിച്ചാൽ ആ കൺവെർസേഷൻ മൊത്തം ഫുൾ കൺവെർസേഷൻ ഞാൻ പുറത്തേക്ക് വിടാം. 1 2 അല്ലല്ലോ, അതങ്ങനെ ബ്ലാക്ക് മെയിലിംഗ് ആണ്. എനിക്കിപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യം, ഈ ഒരു ഇന്റർവ്യൂ വന്നപ്പോൾ ആഷ്മി വിളിപ്പിക്കാൻ വേണ്ടി വന്നതാണെന്നൊക്കെ കുറെ ഡയലോഗ്. രാഹുൽ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുമ്പം ഉത്തരം മുട്ടി നിന്ന ഒരു അവസ്ഥയായിരുന്നു. പിന്നെ കുറെ ആൾക്കാർ പറഞ്ഞു ഇവനെ രാഹുലിനെ വിളിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ഇന്റർവ്യൂ ആയിരുന്നു എന്നുള്ള രീതിയിലാണ്. അവനൊരു അവസരം കിട്ടി, അവനത് നല്ല രീതിയിൽ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടം, ഞാൻ അങ്ങനെ പറയും, കിട്ടിയ അവസരം അദ്ദേഹം മുതലാക്കി. എന്നെ പറ്റി എന്തും പറയാം, എന്നെപ്പറ്റി എന്തും പറയാം. എന്നിട്ട് നിങ്ങൾക്ക് എന്നോട് ചോദിക്കുക എന്താ രാഹുൽ മിണ്ടാത്തെ? എന്താ ഞാൻ പറയാം, ഞാൻ തെളിവുകൾ തരാന്ന് പറയുമ്പോൾ അത് ബ്ലാക്ക് മെയിൽ ആകുന്നെങ്കിൽ പിന്നെ ശ്രീ ഹാഷ്മി അങ്ങനെ ഞാൻ ചോദിക്കുന്ന ഹാഷ്മി, പിന്നെ ഞാൻ എങ്ങനെ പ്രൂവ് ചെയ്യണമെന്നാണ് ശ്രീ ഹാഷ്മി ആഗ്രഹിക്കുന്നത്? ഞാൻ വെറുതെ പറഞ്ഞാൽ മതി. കോടതി പറയുന്നത് നിങ്ങൾക്ക് വിശ്വാസമല്ല, കോടതികൾ തീരുമാനമെടുക്കുന്നവരെ നിങ്ങൾ കാത്തിരിക്കാൻ തയ്യാറല്ല. ഞാൻ മറുപടി പറയാത്തത് എന്തെന്ന് നിങ്ങൾ ചോദിക്കും. ഞാൻ മറുപടി പറയുമ്പോൾ ബ്ലാക്ക് മെയിൽ ആകുന്നത് എങ്ങനെ? ഞാൻ റിയൽ കൺവെർസേഷൻ പറയണ്ടേ? സൈബർ അറ്റാക്കിൽ വന്നിട്ടുള്ള കോണ്ടന്റുകൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഞാൻ പറയട്ടെ, ഞാൻ എന്തെങ്കിലും പൂർത്തീകരിക്കട്ടെ. എനിക്ക് മാത്രം അറിയുന്ന ഏതെങ്കിലും ഒരു കാര്യം ഇന്നത്തെ ദിവസം വരെ പുറത്ത് വന്നിട്ടില്ല. ഇനി കോടതിയിൽ അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, കോടതിയിൽ പിന്നെ ഒരു അടച്ചിട്ട കോടതി മുറിയിൽ വാദം മതി എന്ന് പറയുന്നത് ഞാനാണ്. അതെന്തിനു വേണ്ടിയിട്ടാണ് പറയുന്നത്? അടച്ചിട്ട കോടതി മുറിയിൽ വാദം മതി എന്ന് പറയുന്നത് എനിക്കെതിരായിട്ട് എന്തെങ്കിലും വരുമെന്ന് മേടിച്ചിട്ടാണ്. എനിക്കെതിരായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ആദ്യം വരുന്ന മാധ്യമങ്ങളിലല്ലേ, പിന്നല്ലേ കോടതിയിലേക്ക് വരുന്നുള്ളൂ. മാധ്യമങ്ങൾ വന്നതിന്റെ അത്രയും പോലും കോടതിയിലേക്ക് വന്നിട്ടുമില്ലല്ലോ. അപ്പൊ എനിക്കതല്ലല്ലോ പേടി. ഞാൻ ആരെയാണ് കരുതിയത്? ഞാൻ അപ്പുറത്ത് നിൽക്കുന്നവരെ തന്നെയാണ്. ഇപ്പോഴും എന്റെ രാഷ്ട്രീയം അങ്ങനെ തന്നെയാണ് ശ്രീ ഹാഷ്മി, ഒരു തെറ്റിദ്ധാരണയും വേണ്ട. ഓക്കെ, കോടതി ഓരോ കാര്യങ്ങളും തെളിവ് സഹിതം കോടതിയിൽ കൊണ്ട് കൊടുത്തിട്ടും കോടതി കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവൾമാർ നാണം കെട്ട് വേണമെങ്കിൽ പോയെന്ന് പറയാം. ആ പെണ്ണുങ്ങൾ നാണം കിട്ടുപോയെന്ന് പറയാം. പരസ്പര സമൂഹത്തോളം ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് കൂട്ടി കഴിഞ്ഞിട്ട് അവസാനം വളച്ചൊടിക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. പല കാര്യങ്ങളുണ്ട്. അതെല്ലാം മൂന്ന് കേസ് കെട്ടുകൾ വന്നെങ്കിലും ഒരാളുമായിട്ടുള്ള കാര്യങ്ങളാണ് ഏകദേശം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ പരസ്പര സമൂഹത്തോടെ കുറെ കാര്യങ്ങൾ നടക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. ബാക്കിയെല്ലാം ഫേക്ക് ടീംസ്, എല്ലാം ഫേക്കാണ്. എല്ലാ എണ്ണം വന്നിട്ട് എന്താ പറയണ്ടേ, സിംഗിൾ ആണെന്നും പറഞ്ഞുള്ള രീതിയിലാണ് പുള്ളിയുടെ അടുത്ത് മിണ്ടുകയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്തത്. പിന്നീടാണ് അറിയുന്നത് കല്യാണം കഴിച്ചതാണ്, പിള്ളേരുള്ളതാണ് എന്നൊക്കെ ഉള്ള രീതി. അല്ലല്ല, ഒരാൾക്ക് പിള്ളേരില്ല, ആർക്കും പിള്ളേരും കാര്യങ്ങളൊന്നുമില്ല, കല്യാണം കഴിച്ചാന്നുള്ള രീതിയിലൊക്കെ. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. പരസ്പര സമൂഹത്തോളം ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് കൂട്ടി കഴിഞ്ഞിട്ട് അവസാനം എല്ലാ ആണുങ്ങളുടെ നെഞ്ചത്തോട്ട് പോകുമ്പോൾ എങ്ങനെ ആയാലും പീഡനം എന്ന് ഒരു കേട്ട് കഴിഞ്ഞാൽ പിന്നെ സോഷ്യൽ മീഡിയയിൽ മൊത്തം വന്നു കഴിഞ്ഞാലും പത്രത്തിലും വന്നു കഴിഞ്ഞാലും ആ ഒരു ചീത്തപ്പേര് പോകത്തില്ല. പിന്നെ ഇവനൊക്കെ നിരപരാധിയാണെന്നുള്ള കോടതി വിധി വന്നാലോ ആരെങ്കിലും ന്യൂസ് പബ്ലിഷ് ചെയ്യുമോ? എല്ലാവർക്കും റീച്ചുള്ള സാധനം മാത്രം മതി. ഓക്കെ, ഇനി ഒരു നേരത്തെ ഒരു വീഡിയോ കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് വെക്കാം. യോഗ്യതയില്ലായ്മയോ അധിക യോഗ്യതയുള്ളതായിട്ട് ഞാൻ വിചാരിക്കുന്നില്ല. അതിന്റെ പേരിൽ എന്തെല്ലാം കാണാൻ പാടില്ലാത്ത കാഴ്ചകൾ നമ്മൾ കണ്ടു. ഉമ്മൻചാണ്ടി സാറിന്റെയും KC വേണുഗോപാലിന്റെ പടമുള്ള ഫ്ലക്സ് ബോർഡ് കത്തിക്കുക. ഉമ്മൻചാണ്ടി സാർ കത്തുന്നത് കാണുന്നത് കോൺഗ്രസ്സുകാരനാണ്. VD സതീശന്റെ പടമുള്ള ഫ്ലക്സിൽ അദ്ദേഹത്തിന്റെ മുഖത്ത് തുപ്പുക. VD സതീശന്റെ മുഖത്ത് തുപ്പുന്നത് കോൺഗ്രസ് സംസ്കാരം. ഈ അടുത്ത സമയത്ത് അറിയാലോ,
സതീശൻ വേണോ വേണുഗോപാൽ വേണോ ചെന്നിത്തല വേണോ എന്നുള്ള ഒരു കാര്യത്തിലാണ് പുള്ളി ഈ കാര്യം സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇവിടെ ഉമ്മൻചാണ്ടി സാറിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഓർമ്മ വന്നൊരു കാര്യം എന്ന് വെച്ചാൽ സരിതയുടെ വിഷയമാണ്. എത്ര കൊല്ലം, 9 കൊല്ലം അയാളെ വേട്ടയാടി. 9 കൊല്ലത്തോളം, അല്ല 7ാമത്തെ ആയപ്പോഴത്തേക്ക് എല്ലാവർക്കും സത്യാവസ്ഥ മനസ്സിലായി. അവസാനം CBI റിപ്പോർട്ടും കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും ചങ്ക അടിച്ചത്. ഇതിൻ്റെ ഇടയിൽ കളിച്ചത് മൊത്തം ആ ഗണേഷ് കുമാർ അയാൾ നല്ലതായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും എന്തുകൊണ്ട് അവൻ ചെയ്തതിൻ്റെ കർമ്മയുടെ ഫലം കൊണ്ടാണ് ഗണേഷ് കുമാർ തോറ്റുപോയത്. എനിക്കൊന്ന് പറയണമെന്ന് തോന്നിയത് ഇതിനെക്കുറിച്ച്. ഓക്കെ, രാഹുലിൻ്റെ ഒരു കുറച്ചും കൂടെ വെച്ചിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ സ്റ്റോപ്പ് ചെയ്യാം. എന്തായാലും എല്ലാവർക്കും സന്തോഷമായല്ലോ. രാഹുൽ വരും, കേസും കാര്യങ്ങളൊക്കെ ഉടനെ തന്നെ തീരുമ്പോൾ രാഹുൽ തിരിച്ചു വരും. കോൺഗ്രസിനപ്പം ഡബിൾ ഹാപ്പി ആയിരിക്കും. ഓക്കെ, ബാക്കി കൂടെ നോക്കാം. കോൺഗ്രസ് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നവരെ ഞാനങ്ങനെ വിശ്വസിക്കുന്നില്ല. ഞാൻ ഇനിയും പറയാൻ പോകുന്ന ചില കാര്യങ്ങൾ ഒരു പോപ്പുലർ ഒപ്പീനിയൻ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല, അങ്ങനെ കൈയടിക്ക് വേണ്ടിയിട്ട് എപ്പോഴും അഭിപ്രായം പറയുന്ന ഒരാളല്ല ഞാൻ. ചിലപ്പോ ചില ആളുകൾ തെറി വിളിച്ചേക്കാം. CPM-ന്റെയും BJP-ക്കാരുടെ നിരന്തരമായി തെറിവിളി കേൾക്കുന്ന ഒരാളാണ് ഞാൻ. ഇനി നമ്മുടെ കൂട്ടത്തുള്ള ആരെങ്കിലും തെറി വിളിച്ചാലും ഒരു വിഷമുണ്ടാകുന്നല്ലാതെ തഴപ്പിച്ചു പോയതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. മാത്രമല്ല, ഇത് ഇപ്പോഴെങ്കിലും പറയണം. നേരത്തെ പറഞ്ഞാൽ പറയും മുഖ്യമന്ത്രി ആക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്, ലോബിയിങ് ആണ്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പ്രീതി പറ്റാനാണ്. ഇന്ന് പറഞ്ഞ അങ്ങനെയൊന്നും ഉണ്ടാകില്ല എന്നുള്ള ബോധ്യമുള്ളതുകൊണ്ടാണ് പറയുന്നത്. മാത്രമല്ല, ഇത് പറയാൻ ഏറ്റവും യോഗ്യം ഞാൻ. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ പിണറായി വിജയൻ സർക്കാരിനെതിരെ സമരം ചെയ്തതിന്റെ പേരിൽ ഏറ്റവും അധികം തവണ ജയിലിലടച്ചത് തന്നെയാണ്. ഞാൻ ജീവിതത്തിൽ സത്യസന്ധമായി പറയുന്നു, ജീവിതത്തിൽ ചെയ്തിട്ടില്ലാത്ത തെറ്റിന്റെ പേരിൽ കള്ളക്കേസ് എടുത്ത് എന്നെയും എന്റെ കുടുംബത്തെയും അപമാനിച്ച് വളഞ്ഞിട്ട് എന്നെ ജയിലിലടച്ചൊരു സർക്കാർ, ആ സർക്കാരിനെതിരെ പ്രതികരിച്ച ഒരാളാണ്. അതുകൊണ്ട് കറകളഞ്ഞ കോൺഗ്രസ്സുകാരൻ തന്നെയാണ് ഞാൻ. എനിക്ക് അഭിപ്രായം പറയാൻ ഒരു മടിയുമില്ല. അതെ, അതുപോലെ തന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ഥാനത്ത് വേറൊരാളായിരുന്നെങ്കിലോ ഈ പാർട്ടി എന്നെ വിട്ടുപോയനെ ആണോ അല്ലയോ? കാരണം കമ്മ്യൂണിസ്റ്റുകാരെല്ലാവരും ചേർത്ത് പിടിച്ചിട്ടേ ഉള്ളൂ. പ്രത്യേകിച്ച് നമ്മുടെ ഗണേഷ് കുമാർ കോൺഗ്രസിൽ നിന്ന് വിട്ടവൻ നേരെ അങ്ങോട്ട് ചാടിപ്പോയി. ഈ അടുത്ത സമയത്ത് സ്വന്തം ഭാര്യ പോലും ഈ പറയുന്ന ഗണേഷ് കുമാറിനെതിരെ സംസാരിച്ചപ്പോൾ പാർട്ടി സപ്പോർട്ട് ചെയ്തതാണ്. അവിടെ എന്താ പറയുക, അവർക്ക് വേറെ നീതി, രാഹുലിന് വേറെ നീതി. എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നതെന്ന് ഈ 10 വർഷക്കാലത്തിൽ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയ കുറേ സംഭവങ്ങളായിരുന്നു. എന്തായാലും കാലങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോയപ്പോഴത്തേക്ക് സത്യാവസ്ഥകളും കാര്യങ്ങളും എല്ലാം ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കോൺഗ്രസ് ആയിരുന്നു ശരി എന്നുള്ള രീതിയിലാണ്. അതുകൊണ്ട് എന്താ പറയണ്ടേ, ഏത് പാർട്ടിയാണെങ്കിലും എന്തുവാണെങ്കിലും ശരി, സത്യസന്ധമായിട്ടുള്ള ആൾക്കാർ ഉണ്ടെങ്കിൽ നമ്മുടെ നാട് രക്ഷപ്പെടും. അതിലെ ഒരു നല്ലൊരു വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടം, അത് 100% ഉറപ്പാണ്. പിന്നെ ഈ പറയുന്ന കൊച്ചുകോഴിത്തരവും കാര്യങ്ങളും ഒക്കെ എന്താ പറയണ്ടേ, എല്ലാത്തിനും ചെന്ന് പെട്ടുപോയി. ആത്മാർത്ഥ സ്നേഹം കാണിച്ചത് ഒരാളിട്ടിട്ട് ഒരു സമയത്തല്ല കേട്ടോ 3 പേരെ കൊണ്ട് നടന്നേ. അത് വേറെ കാര്യങ്ങൾ, ഞാൻ കളിയാക്കാൻ വേണ്ടി പറഞ്ഞൊന്നുമല്ല. ഇഷ്ടപ്പെട്ട സമയത്ത് ആത്മാർത്ഥയോടെ കൂടെ നിൽക്കുകയും ചെയ്തത്. പിന്നീടാണ് അറിയുന്നത് പുള്ളിക്ക് പറ്റിയും കാര്യങ്ങളൊക്കെ പറ്റുകയൊക്കെ ചെയ്തത്. ഓക്കെ, എന്തായാലും വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. ബൈ, ലവ് യു ഓൾ ഗൈസ്.